ഹായ് ഓൾ, വെൽക്കം ടു സെറ. എല്ലാവർക്കും സെറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സൈൻ പവർ പി എക്സ് കോസ് പവർ ക്യു എക്സിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അതായത് ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് 0 to π/2 സൈൻ പവർ പി എക്സ് കോസ് പവർ ക്യു എക്സ് ഡി എക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റഗ്രൽ ഓഫ് സൈൻ പവർ പി എക്സ് കോസ് പവർ ക്യു എക്സ് ഡി എക്സ്. ഇതിന്റെ വാല്യൂ എന്തായിരുന്നു? മൈനസ് കോസ് പവർ ക്യൂ പ്ലസ് 1x സൈൻ പവർ പി മൈനസ് 1x ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ പ്ലസ് പി മൈനസ് 1 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ പവർ പി മൈനസ് 2x കോസ് പവർ ക്യൂ എക്സ് ഡി എക്സ്. ഇതായിരുന്നു നമ്മൾ സൈൻ പവർ പി എക്സ് കോസ് പവർ ക്യു എക്സിന്റെ കേസിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അപ്പോൾ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to π/2 വരെയുള്ള ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും 0 to π/2 ലിമിറ്റ് അപ്ലൈ ചെയ്യും. അതുപോലെ നമ്മുടെ അടുത്ത ഫംഗ്ഷനിൽ 0 to π/2 ഇന്റഗ്രൽ ആണ്, അവിടെ ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to π/2 സൈൻ പവർ പി എക്സ് കോസ് പവർ ക്യു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് പവർ ക്യൂ പ്ലസ് 1x സൈൻ പവർ പി മൈനസ് 1x ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ ലിമിറ്റ് ഫ്രം 0 to π/2 പ്ലസ് പി മൈനസ് 1 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ ഇന്റഗ്രൽ ഫ്രം 0 to π/2 സൈൻ പവർ പി മൈനസ് 2x കോസ് പവർ ക്യു എക്സ് ഡി എക്സ്. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ നോക്കിയാൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സൈനിന്റെയും കോസിന്റെയും ഒക്കെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കോസിനെയും സൈനിനെയും കാണാം. കോസും സൈനും ഒരുമിച്ച് വരുമ്പോൾ സൈൻ 0യും കോസ് 0യും ഒരുമിച്ച് വരും. അതുപോലെ സൈൻ 90യും കോസ് 90യും ഒരുമിച്ച് വരും. ഈ രണ്ട് ഫംഗ്ഷനും അറ്റ് എ ടൈം 0യും 1ഉം ആയിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കോസ് 1 ആവുന്ന സമയത്ത് സൈന് 0 ആയിരിക്കും, സൈന് 1 ആവുന്ന സമയത്ത് കോസ് 0 ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 1 × 0 വരും. പ്രോഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. അത് കാരണം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് കോസ് പവർ ക്യൂ പ്ലസ് 1x സൈൻ പവർ പി മൈനസ് 1x ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ ഫ്രം 0 to π/2 എപ്പോഴും 0 ആയിരിക്കും. സോ നമുക്ക് ബാക്കി വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ മാത്രമായിരിക്കും. അതായത് പി മൈനസ് 1 ബൈ പി പ്ലസ് ക്യൂ ഇന്റഗ്രൽ ഫ്രം 0 to π/2 സൈൻ പി മൈനസ് 2x കോസ് ക്യൂ എക്സ് ഡി എക്സ്. ഇത് നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐ പി കോമ ക്യൂ. അതായത് നമ്മൾ ഇന്റഗ്രലിന്റെ പി പവർ പിയും ക്യൂ ആയിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ സൈൻ പവർ പി എക്സ് കോസ് പവർ ക്യൂ എക്സ് ഡി എക്സ് ആണ്. ഇനി അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റിൽ എന്താ ഉള്ളത്? സൈൻ പവർ പി മൈനസ് 2x അതേപോലെ കോസ് പവർ ക്യൂ എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ പി മൈനസ് 2. പിക്ക് പകരം ഇവിടെ എന്താണുള്ളത്? പി മൈനസ് 2 ആണുള്ളത്. ക്യൂ ആണെങ്കിലോ ക്യൂവിന് ചേഞ്ച് ഒന്നുമില്ല, അപ്പൊ നമുക്ക് ക്യൂ എന്ന് തന്നെ എഴുതാം. ഐ പി മൈനസ് 2 ക്യൂ ആണ് എന്ത്? ഇന്റഗ്രൽ സൈൻ പവർ പി മൈനസ് 2x കോസ് പവർ ക്യൂ എക്സ് ഡി എക്സ്. നമ്മൾ നമ്മുടെ ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതുന്നത്, അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഐ പി ക്യൂ എന്താണ്? പി മൈനസ് 1 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ ഇൻറ്റു ഇവിടെ കൊടുത്ത ഫംഗ്ഷൻ, അത് ഐ പി മൈനസ് 2
ക്യൂ ആണ്. ഇനി നമുക്ക് ഐ പി മൈനസ് 2, ക്യൂ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഐ പി ക്യൂ ആവുമ്പോൾ പി മൈനസ് 1/p+q ഇൻറ്റു ഐ പി മൈനസ് 2 ക്യൂ ആയി. ഇനി പി മൈനസ് 2 ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? പി മൈനസ് 2 മൈനസ് 1, അപ്പോൾ പി മൈനസ് 3 വരും. അടിയിലാണെങ്കിലോ പി പ്ലസ് ക്യൂ മൈനസ് 2 വരും, അല്ലെങ്കിൽ പി മൈനസ് 2 പ്ലസ് ക്യൂ വരും. രണ്ടും സെയിം ആണ്. പി മൈനസ് 3 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 2 വരും. ഇനി ബാക്കിയുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് ഐ പി മൈനസ് 2ന് പകരം പി മൈനസ് 4 ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി മൈനസ് 3 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു ഐ പി മൈനസ് 4, ക്യൂ. അതായത് ഇന്റഗ്രൽ സൈൻ പവർ പി മൈനസ് 4x ഇൻറ്റു കോസ് പവർ ക്യൂ എക്സ് ഡി എക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഫംഗ്ഷൻ എന്തായിരിക്കും? ഐ പി മൈനസ് 4, ക്യൂ ആയിരിക്കും. അത് ചെയ്യുമ്പോൾ പി മൈനസ് 4 മൈനസ് 5, അപ്പോൾ പി മൈനസ് 5 വരും, ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 4 വരും, ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം ഏത് വരും? പി മൈനസ് 4ന് പകരം ഇവിടെ വരുന്നത് പി മൈനസ് 6 ആയിരിക്കും, ക്യൂ. ഇങ്ങനെ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എവിടെ വരെ? ലാസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് ഐ 1, ക്യൂ അല്ലെങ്കിൽ ഐ 0, ക്യൂ കിട്ടുന്നത് വരെ നമുക്ക് ഫംഗ്ഷൻ, ഇവിടെ വരുന്ന ഫംഗ്ഷൻ ഐ 1, ക്യൂ അല്ലെങ്കിൽ 0, ക്യൂ കിട്ടുന്നത് വരെ ഫംഗ്ഷൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ 3, ക്യൂ എടുക്കാം. അപ്പോൾ പി ഒരു ഓഡ് നമ്പർ ആവുമ്പോഴാണ് ഐ 3, ക്യൂവിൽ എത്തുന്നത്. അപ്പോൾ ഐ 3, ക്യൂ എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് ക്യൂ ഐ 1, ക്യൂ. ഇത് എപ്പോഴായിരിക്കും? പി ഈസ് ഓഡ്. പി ഒരു ഓഡ് നമ്പർ ആവുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ ഐ 3, ക്യൂ ഇസ് ഈക്വൽ ടു 2/3 പ്ലസ് ക്യൂ ഐ 1, ക്യൂവിൽ എത്തുന്നത്. ഇനി പി ഈവൻ നമ്പർ ആണെങ്കിലോ നമ്മുടെ ലാസ്റ്റ് ഫംഗ്ഷൻ ഐ 2, ക്യൂ ആയിരിക്കും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ക്യൂ ഐ 0, ക്യൂ. ഐ 0, ക്യൂ വരെയാണ് നമ്മുടെ ഈവൻ നമ്പർ ആവുമ്പോൾ വരുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ രണ്ട് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഐ 1, ക്യൂ. നമ്മൾ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ സൈൻ പവർ 1x ഇൻറ്റു കോസ് പവർ ക്യൂ എക്സ് ഡി എക്സ് ഫ്രം എവിടെ മുതൽ എവിടെ വരെ? 0 to π/2 വരെ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ കോസ് പവർ ക്യൂ എക്സ് ഇൻറ്റു സൈൻ എക്സ്. നമ്മൾ നേരത്തെ കണ്ടു കോസ് പവർ ക്യൂ പ്ലസ് 1x ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് 1 മൈനസ് ഓഫ്. ഇതാണ് എന്ത്? സൈൻ എക്സ് കോസ് പവർ ക്യൂ എക്സിന്റെ ഇന്റഗ്രൽ. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം സൈൻ എക്സ് കോസ് പവർ ക്യൂ എക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ സൈൻ എക്സ് കോസ് പവർ ക്യൂ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് പവർ ക്യൂ എക്സ് ക്യൂ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് 1 ഫ്രം 0 to π/2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ 0 to π/2 വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസിന്റെ വാല്യൂ 1 ആവും. 90 വരുമ്പോൾ 1 ആവും. 1 ബൈ ക്യൂ പ്ലസ് 1. 0 മൈനസ് 1 ബൈ ക്യൂ പ്ലസ് 1 ആണെന്നാണ് നമ്മുടെ ഫംഗ്ഷൻ വരിക. അതായത് 1 ബൈ ക്യൂ പ്ലസ് 1 ആണ്
എപ്പോൾ വരിക? I1, Q ആവുന്ന കേസിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 1 ഡിവൈഡഡ് ബൈ Q പ്ലസ് 1 ആണ്. ഇനി നമ്മൾ I0, Q ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. I0, Q കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to π/2 sin പവർ 0x ഇൻറ്റു cos പവർ QX dx. സൈൻ പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രൽ 0 to π/2 cos പവർ QX dx ഇങ്ങനെ മാറ്റി എഴുതാം. ഈ ഫംഗ്ഷൻ നമ്മൾ മുന്നേ പഠിച്ച ഫംഗ്ഷനാണ്. അതായത് കോസിന്റെ nth പവർ, എന്നിന് പകരം Q വന്നു എന്ന് മാത്രമേ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ കോസിന്റെ nth പവർ നമ്മൾ പഠിച്ച എന്തായിരുന്നു? 0 to π/2 n-1/n ഇൻറ്റു n-3/n-2 ഇൻറ്റു എക്സെട്ര. നമ്മൾ ഓഡ് നമ്പറിന്റെ കേസിൽ ഒരെണ്ണം പഠിച്ചു, ഈവൻ നമ്പറിന്റെ കേസിൽ ഒരെണ്ണം പഠിച്ചു. ഓഡ് നമ്പർ ആണെങ്കിൽ അത് എൻഡ് ചെയ്യുന്നത് 2/3-ലായിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് 1/2 ഇൻറ്റു π/2-ലായിരിക്കും. സോ നമ്മളിവിടെ രണ്ട് കേസ് വരും. അതിൽ if Q is odd ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to π/2 cos പവർ QX dx എന്തായിരിക്കും? Q-1/Q ഇൻറ്റു Q-3/Q-2 ഇൻറ്റു എക്സെട്ര. എവിടെ വരെ വരും? Q ഓഡ് ആവുമ്പോൾ 2/3 വരെ വരും. ഇതാണ് Q ഓഡ് നമ്പർ ആവുന്ന കേസ്. ഇനി നമ്മൾ Q ഈവൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to π/2 cos പവർ QX dx ഈക്വൽ ടു Q-1/Q ഇൻറ്റു Q-3/Q-2 ഇൻറ്റു എക്സെട്ര. ലാസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 1/2 ഇൻറ്റു π/2 ഇങ്ങനെ കിട്ടും. ഇത് P ഈവൻ ആയിട്ട് Q ഓടും Q ഈവനും ആവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ പഠിച്ചത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ പവർ PX കോസ് പവർ QX dx എങ്ങനെ എഴുതാൻ പറ്റും? P-1 ഇൻറ്റു P-3 ഇൻറ്റു എക്സെട്ര, P-5 ഇൻറ്റു P-7 ഇൻറ്റു എക്സെട്ര. നമ്മൾ ലാസ്റ്റ് 1 വരുന്നവരെ അല്ലെങ്കിൽ 2 വരുന്നവരെ നമുക്ക് മൈനസ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് Q-1 ഇൻറ്റു Q-3 ഇൻറ്റു എക്സെട്ര. ആ ടേമും ഉണ്ടാവും. ഡിവൈഡഡ് ബൈ നമുക്ക് P+Q ഇൻറ്റു P+Q-2 ഇൻറ്റു എക്സെട്ര, P+Q-4 ഇൻറ്റു എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം വരും. ഇതാണ് നമ്മുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ പവർ PX കോസ് പവർ QX. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ Q ഈവൻ ആകുന്ന ഒരു കേസ് നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് ഇവിടെ P ഈസ് ഈക്വൽ ടു ഈവൻ നമ്പർ, Q ഈസ് ഈക്വൽ ടു എൻ ഈവൻ നമ്പർ. Pയും Qയും ഈവൻ നമ്പർ ആവുന്ന കേസിൽ എൻഡ് ചെയ്യുന്നത് π/2-ലാണ്. ബാക്കി എല്ലാ കേസിലും നമ്മൾ എൻഡ് ചെയ്യുന്നത് ഈ 2/3 അല്ലെങ്കിൽ 1/2 അങ്ങനെ ഒരു ടേം ആണ്. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞു 1/Q+1. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടേമിന്റെ എൻഡിങ് ആണ്. ഇവിടെയും പൈ എന്ന് പറയുന്ന വാല്യൂ ഇല്ല. അപ്പോൾ Pയും Qയും ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ മാത്രം എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു π/2 വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ജനറൽ ഫോർമാറ്റ് പറഞ്ഞത് P-1 ഇൻറ്റു P-3 ഇൻറ്റു എക്സെട്ര, Q-1 ഇൻറ്റു Q-3 ഇൻറ്റു എക്സെട്ര ഡിവൈഡഡ് ബൈ P+Q ഇൻറ്റു P+Q-2 ഇൻറ്റു എക്സെട്ര എന്ന് പറഞ്ഞ ഒരു ജനറൽ ടേം നമുക്ക് 3 കേസിൽ വരും. അതായത് നമ്മൾ P ഓഡ് നമ്പർ ആവുക, P ഓഡ് നമ്പർ ആയിട്ട് Q ഓഡ് ആവാം ഈവൻ ആവാം, ആ 2 കേസ്. അതുപോലെ Pയും Qയും
ഓഡ് നമ്പർ ആവുന്ന കേസിൽ നമുക്ക് സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷേ P ഈസ് ഈക്വൽ ടു എൻ ഈവൻ, Q ഈസ് ഈക്വൽ ടു എൻ ഈവൻ നമ്പർ. രണ്ടും ഈവൻ നമ്പർ ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ റിസൾട്ടിന്റെ കൂടെ ഒരു π/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. രണ്ടും ഈവൻ നമ്പർ ആവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് P-1 ഇൻറ്റു P-3 ഇൻറ്റു എക്സെട്ര Q-1 ഇൻറ്റു Q-3 ഇൻറ്റു എക്സെട്ര ഡിവൈഡഡ് ബൈ P പ്ലസ് Q ഇൻറ്റു P പ്ലസ് Q-2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു π/2. ഇതാണ് നമ്മൾ പിയും ക്യൂവും ഈവൻ നമ്പർ ആവുന്ന കേസിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ വരുന്നത്. ബാക്കി എല്ലാ കേസിലും നമ്മുടെ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ ഇതാണ്. അതായത് P-1 ഇൻറ്റു P-3 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഈ ഇക്വേഷനകത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം. അതായത് ഇന്റഗ്രൽ 0 to π/2 സൈൻ പവർ px കോസ് പവർ qx is equal to P-1 into P-3 into etc. Q-1 into Q-3 into etc. divided by P plus Q into P plus Q-2 into etc. ഇത് നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് എക്സാമിന്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ ഈ പിക്ക് പകരം ഒരു 2, അതുപോലെ ക്യൂവിന് പകരം ഒരു 3 അങ്ങനെ വാല്യൂ മാറ്റി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോബ്ലം ആണ് അധികവും ഈ ഒരു പാർട്ടിൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to π/2 സൈൻ പവർ 5x കോസ് പവർ 6x dx ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം P is equal to എന്താണ്? 5 ആണ്. Q is equal to എന്താണ്? 6 ആണ്. നമുക്ക് രണ്ടും കിട്ടി. ഇനി നമുക്ക് അറിയാം ഇന്റഗ്രൽ 0 to π/2 സൈൻ പവർ px കോസ് പവർ qx dx എന്തായിരുന്നു? P-1 ഇൻറ്റു P-3 ഇൻറ്റു എക്സെട്ര Q-1 ഇൻറ്റു Q-3 into etc. divided by P plus Q into P plus Q-2 into etc. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് വാല്യൂ കൊടുത്താൽ മാത്രം മതി. നമ്മൾ P5 ആണ്. അപ്പോൾ P-1 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു P-3 എന്ന് പറയുമ്പോൾ 5 - 3 is equal to 2 ഇൻറ്റു അടുത്തത് 0 ആണ് വരുന്നത്. സോ നമ്മൾ 4 into 2 എൻഡ് ചെയ്യും. ഏത്? P- എന്നുള്ള ടേം നമ്മൾ 2 എൻഡ് ചെയ്യും. ഇനി വരുന്നത് നമ്മൾ Q- ആണ്. Q-1 Q is equal to 6 ആണ്. അപ്പോൾ Q-1 is equal to 5. Q-3 is equal to 3. Q-5 is equal to 1. അവിടെ 1 ഉണ്ടായി. അപ്പോൾ മുകളിൽ വരുന്ന ടേം ഇത്രയാണ്. 4 into 2 into 5 into 3 into 1 ഡിവൈഡഡ് ബൈ നമ്മൾ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ P പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ 5 plus 6 11 ഇൻറ്റു P പ്ലസ് ക്യൂ മൈനസ് 2 11 - 2 9 ഇൻറ്റു 7 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 1 വരെയാണ് നമ്മൾ താഴത്തെ ടേം വരുന്നത്. ഇവിടെ P എന്താണ്? 5 ആണ്. ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? π/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. ഇത്രയാണ് നമ്മുടെ ആൻസർ. ഇതിന് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ 5 into 3 into 1 ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ മുകളിൽ വരുന്നത് 8 ആണ്. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 11 into 9 into 7 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 693 എന്ന് കിട്ടും. അപ്പോൾ 8/693 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ P-1 P-3 ഇത് നമ്മളിപ്പോൾ P എന്തായിരുന്നു? 5 ആയിരുന്നു. അപ്പോൾ 5 - 1 4 കൊടുത്തു. 5 - 3 2 കൊടുത്തു. അടുത്ത ടേം നമ്മൾ 5 - 5 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ 0 ആയി പോകും. അപ്പോൾ 0 കൊടുക്കരുത്. നമ്മൾ എവിടെ വരെ എത്തണം? എപ്പോഴും 1 അല്ലെങ്കിൽ 2 എൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഒരു
ഡിജിറ്റ് രീതിയിലായിരിക്കണം ഇത് അവസാനിപ്പിക്കേണ്ടത് എപ്പോഴും. അപ്പോൾ അത്രയാണ് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ളൂ നമുക്ക്. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to π/2 sin പവർ 6 cos പവർ 8x dx. ഇവിടെ നമ്മുടെ p is equal to 6 ആണ്, q is equal to 8 ആണ്. നമുക്ക് നോക്കിയാൽ അറിയാം p എന്താണ്, ഈവൻ ആണ്, q ഈവൻ ആണ്. രണ്ടും ഈവൻ നമ്പർ ആവുന്ന കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു π/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫൈനൽ ആൻസർ നമ്മൾ ആ p - 1 × p - 3 എന്ന് എഴുതിയ ഒരു ഇക്വേഷനകത്ത് π/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ഇക്വേഷൻ വരുന്നത് p - 1 × p - 3 × എക്സെട്ര q - 1 × q - 3 × എക്സെട്ര ഡിവൈഡഡ് ബൈ p plus q into p plus q minus 2 into etc. ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ pക്ക് പകരം 6 കൊടുത്തു കഴിഞ്ഞാൽ 6 minus 1 5 into 6 minus 3 3 into 6 minus 5 1 into ആ പിന്റെ ടേം നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. ഇനി അടുത്ത വരുന്നത് ക്യൂവിന്റെ ടേംസ് ആണ്. ക്യൂവിന്റെ ടേംസ് എന്ന് പറയുമ്പോൾ q is equal to 8 ആവുമ്പോൾ q minus 1 8 minus 1 is equal to 7 into 8 minus 3 is equal to 5 into 3 into 1. ഇത്രയാണ് നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 8ഉം 6ഉം 14 ആണ് വരുന്നത്. 14 അപ്പോൾ ഡിവൈഡഡ് ബൈ 14 into 14 minus 2 12 into 10 into 8 into 6 into 4 into 2. ഇത്രയും ചെയ്താൽ പോരാ, നമ്മൾ ഇൻറ്റു എന്ത് ചെയ്യണം, ഒരു π/2 ചെയ്യണം. കാരണം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, രണ്ടും പിയും ക്യൂവും ഈവൻ നമ്പർ ആണ്. അപ്പൊ ഇൻറ്റു π/2. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 4π ഡിവൈഡഡ് ബൈ 4096 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താലും മതി. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 4π ഡിവൈഡഡ് ബൈ 4096 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ പഠിക്കുന്നത്. നമ്മളിപ്പോ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഫ്രം 0 to π/2, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് സൈൻ പവർ px കോസ് പവർ qx പഠിച്ചു. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഫ്രം 0 to π/2 സൈൻ പവർ px കോസ് പവർ qx dx പഠിച്ചു.